കേരളത്തിലെ പുണ്യപുരാതന ക്ഷേത്രമായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ദക്ഷിണ കാശി എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു വൈശാഖോത്സവം ഈ വർഷം നമ്മൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്കുള്ള ഒരു തീർത്ഥാടന യാത്രയാണ് എൻ്റെ യാത്ര എന്ന ബ്ലോഗിലൂടെ നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. കണ്ണൂർ ജില്ലയിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ബാവലി പുഴയുടെ ഇരുകരകളിലായിട്ടാണ് അക്കരെ കൊട്ടിയൂരിലും ഇക്കരെ കൊട്ടിയൂരിലും രണ്ട് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും 28 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിന് മാത്രമേ ഇവിടെ നട തുറക്കുന്നുള്ളൂ. കാടിൻ്റെ നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വെച്ചാണ് ദക്ഷയാഗം നടന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. ആദിശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും പൂജാവിധികളും ക്രമപ്പെടുത്തിയത് എന്നാണ് ഐതിഹ്യം. വയനാട്ടിലെ മുതലേരി ക്ഷേത്രത്തിൽ നിന്നും വാളെഴുന്നള്ളിപ്പോടുകൂടി ഉത്സവം ആരംഭിക്കുകയാണ്. ഇത്രയേറെ വൈവിധ്യങ്ങളോടെയും കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെയും നടത്തപ്പെടുന്ന മറ്റൊരു ഉത്സവം കേരളത്തിലില്ല. എല്ലാ വർഷവും മെയ് ജൂൺ മാസങ്ങളിലായി 28 ദിവസമാണ് വൈശാഖോത്സവം നടക്കുന്നത്. ഈ വേളയിൽ നിരവധി ഭക്തരാണ് വിവിധ നാടുകളിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ഇളനീരാട്ടം. കൊട്ടിയൂരിലെ സ്ഥാനികളായുള്ള തറവാട്ടുകാരാണ് ഇളനീർ വെപ്പ് നടത്തുന്നത്. ആയിരക്കണക്കിന് ഇളനീരുകൾ വിവിധ ഇടങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഈ ഇളനീരാണ് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത്. ഭക്തി നിർഭരമായ മന്ത്രങ്ങളോടെ മണിത്തറയിൽ ഇളനീര് കൊണ്ട് കൊട്ടിയൂർ പെരുമാളിന് ഇളനീരിൽ അഭിഷേകം നടത്തുന്നു. മഴയും പ്രകൃതിയും മനുഷ്യരും ചേർന്ന ഭക്തിയുടെ ഒരു അമൂർത്തമായ തലം നൽകുന്ന ഒരിടമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഇവിടെ നമുക്കൊരു ക്ഷേത്രം കാണാൻ സാധിക്കില്ല. പ്രകൃതിയിൽ നിന്നും സ്വയംഭൂവായ മൂർത്തിയാണ് നമ്മളിവിടെ കാണുന്നത്. മണിത്തറയിൽ ഭഗവാനെ തൊഴുത് തിരുവഞ്ചിറയിൽ 3 വട്ടം ഭഗവാനെ പ്രദക്ഷിണം വെച്ച് ഓരോ ഭക്തനും സായുജ്യമടങ്ങുന്നു. കൊട്ടിയൂരിൻ്റെ പ്രകൃതിയിൽ മനുഷ്യനും മൂർത്തിയും ഒന്നാകുന്ന മനോഹരമായ അസുലഭമായ ഭക്തിയുടെ ഒരു ആത്മതലം നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കും. മണിത്തറയിൽ സ്വയംഭൂവായ ശിവൻ്റെ പാർശ്വത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രതിഷ്ഠയാണ് സതീദേവിയുടേത്. അമ്മാറക്കല്ലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ പ്രതിഷ്ഠ. ദക്ഷയാഗത്തിൽ ശിവഭഗവാന്റെ അനുവാദമില്ലാതെ പങ്കെടുത്ത സതി സ്വപിതാവിൻ്റെ അവഹേളനത്തിൽ മനംനൊന്ത് യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു. ഇതറിഞ്ഞ ശിവൻ കോപാന്തനായി തൻ്റെ ഭൂതഗണങ്ങളോടൊന്നിച്ച് യാഗശാലയിലെത്തി ദക്ഷനെ വധിക്കുകയും യാഗശാല തകർക്കുകയും ചെയ്തു. അങ്ങനെ മണിത്തറയിൽ സ്വയംഭൂവായ ശിവൻ്റെ പാർശ്വത്തായി സതീദേവിയെ ശക്തിയായി കണ്ട് ആരാധിച്ച് അവിടെ പ്രതിഷ്ഠ നടത്തുകയായിരുന്നു.
ഭഗവാനെ തൊഴുതിനു ശേഷമാണ് ഓരോ ഭക്തനും അക്കരെ കൊട്ടിയൂരിലേക്ക് തൊഴാൻ പോകാറുള്ളൂ. കൊട്ടിയൂരിൽ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്ററിനുള്ളിൽ ദൂരം മാത്രമാണ് അക്കരെ കൊട്ടിയൂരിലേക്കുള്ളത്. കാടിൻ്റെ നടുവിലായി മനോഹരമായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. ഇവിടെ നമുക്ക് ഭഗവാനെ കൺകുളിർക്കെ തൊഴാം. സായുജ്യത്തോടെ ഓരോ ഭക്തനും ഇവിടെ നിന്ന് മടങ്ങുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓം നമഃ ശിവായ.